തീരുമാനമാണ് യോഗത്തിലുണ്ട്. ഇപ്പോൾ അവിടെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് രണ്ട് തരത്തിൽ അവിടെയുള്ള പൂർണ്ണമായ മേഖല രണ്ട് തരത്തിൽ തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, ഏറ്റവും പെട്ടെന്ന് ഡിസാസ്റ്റർ ഉണ്ടായാൽ അഫക്റ്റ് ആകുന്ന പ്രദേശം. ബാക്കിയുള്ളത് അത്രമാത്രം ഒരു വ്യാപ്തി ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 25 കുടുംബങ്ങൾ സേഫ് ആണ് എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിപ്പോൾ ക്യാമ്പിൽ നിന്നും പിരിഞ്ഞു പോകാം എന്നുള്ള ഒരു നിർദ്ദേശം എടുത്തിട്ടുള്ളത്. ബാക്കി അഫക്റ്റഡ് ആകാൻ സാധ്യതയുള്ള ആ മേഖല പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ നല്ല ഒരു സംതൃപ്തപരമായ ഒരു പാക്കേജ് ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത്. അവര് ഈ ക്യാമ്പിൽ ബാക്കിയുള്ള 29 കുടുംബങ്ങളുണ്ടല്ലോ, അവർക്ക് പെട്ടെന്ന് സ്ഥലം കണ്ടെത്താൻ പറ്റുന്നതായിരിക്കില്ലല്ലോ. ഗ്രാമപഞ്ചായത്ത്, വില്ലേജ്, അതോടൊപ്പം തന്നെ NHAI ഇത്രയും ആളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഒരു കോർഡിനേഷനിലാണ് ഈ കാര്യങ്ങൾ. ക്യാമ്പ് തുടരുമോ എന്നുള്ളതാണ്. അവർക്ക് വാടക കെട്ടിടത്തിലേക്ക് അത് NHAI പ്രൊവൈഡ് ചെയ്യും. NHAI പ്രൊവൈഡ് ചെയ്യും. വാടക പൈസ അവർ പൂർണ്ണമായിട്ട് കൊടുക്കും. ആ 24 കുടുംബം അതൊക്കെ പോയി. ഇനി അവർ വീടുകളിലേക്ക് മാറുക എന്നുള്ളതാണ്. ഓക്കെ.